ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനി സ്ലൈസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഓണം കൃഷി ചാലഞ്ച് എപ്പിസോഡ് 5 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്ന് നമ്മുടെ വീട്ടിലെ വിളവെടുപ്പും നമ്മുടെ കൃഷി എന്തൊക്കെയായെന്നാണ്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെന്റ് വേണം. നിങ്ങളുടെ കൃഷി എവിടം വരെ ആയി. നമ്മുടെ ബ്രൂണോ ഒക്കെ താണ്ട് ഇതിനകത്ത് ഇന്ന് ആക്റ്റീവായിട്ട് നിൽപ്പുണ്ട്. ഒരു രക്ഷയില്ല. നമ്മളിപ്പം ക്യാമറ അങ്ങോട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവനെ കൂട്ടിരുന്നുണ്ടെങ്കിൽ ഭയങ്കര ബഹളം മാറി തീർക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം കൃഷി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മുടെ കൃഷി എവിടം വരെ ആയി അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. നട്ടതായ പയറിനകത്തൊക്കെ ഇച്ചിരി വളമൊക്കെ ഇടണം അല്ലേ. അപ്പൊ നമുക്ക് പിന്നെ അതിനൂടെ വിളവെടുപ്പും ഉണ്ട്. ഇന്നത്തെ വിളവെടുപ്പ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പം നമ്മുടെ വിളവെടുപ്പും നമ്മുടെ വളവെടിയിലും കൂടെ നമുക്ക് കാണിക്കാം അല്ലേ. ഓക്കെ, ഇന്ന് നമ്മളിവിടെ ബ്രൂണോയും ഉണ്ട്. ബ്രൂണോയ്ക്ക് എപ്പോഴാണെങ്കിലും നമ്മളിപ്പോ ക്യാമറ എടുത്തു കഴിഞ്ഞാൽ അവനെ കൂട്ടിയില്ലെങ്കിൽ അവനൊരു വിസിലടിയുണ്ട്. ചിരിച്ചു കാണിച്ചേ. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ നട്ടതായ പയർ ഇത്രയൊക്കെ 4 പരുവത്തിലൂടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം 2 പരുവായപ്പോഴും നമ്മൾ മണ്ണൊക്കെ ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി സ്വല്പം വളമൊക്കെ ഇട്ടിട്ട് നമുക്കിനി അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കരിയിലൊക്കെ ഇട്ട് നിർത്തിയേക്കാം. കാരണം മഴപ്പരുവൊക്കെ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. ചാണകം ഇല്ലാതൊരു ആട്ടിൻകാഷ്ടം, ഇത് ചാണകവും ആട്ടിൻകാഷ്ടവും എല്ലാം കൂടെ മിക്സാണിത്. സ്വല്പം കോഴിക്കാഷ്ടവും ഉണ്ട്, അതിൻ്റെ കൂടെ സ്വല്പം നമ്മുടെ സൂപ്പർ മീലും ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. അപ്പം ഗ്ലൗസൊക്കെ ഇടാൻ താല്പര്യമുള്ളവർ ഗ്ലൗസൊക്കെ ഇട്ട് ചെയ്യാം. എനിക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഇടുന്നില്ല. നമ്മളിവിടെ ക്യാമറ എടുത്താൽ നമ്മുടെ ബ്രൂണോ അവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്. കൊണ്ട് ഒരു രക്ഷയില്ല തന്നിരിക്കാം. അവൻ ക്യാമറ വന്നാലും അവൻ മിണ്ടാതിരിക്കത്തുള്ളൂ. അവനെയും കൂടെ കൊണ്ടിരുത്താൻ, ഇനി അവനെയും കൊണ്ട് ജയിപ്പിക്കാനും. അപ്പം നമ്മളതിൻ്റെ ചുവടൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ പുതുതായിട്ട് വരുന്നവർക്ക് ഉള്ള ടിപ്സുകളാണ് ഇതൊക്കെ. നമ്മൾ കൃഷി ചാലഞ്ച് ചെയ്യുമല്ലേ അമ്മേ, അപ്പോൾ എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് സത്യം. ഇത്ര നമ്മുടെ കൂടെ നട്ടവരുടെയൊക്കെ ഇത്ര ആയി കാണും. അപ്പോൾ ഇതൊക്കെ ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് മാറ്റി ഒന്ന് ഇട്ട് കൊടുത്താൽ നന്നായിരിക്കും. 2-3 സ്പൂൺ വീതം അതിൻ്റെ ചുറ്റിന് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ചും കൂടെ മണ്ണ് കൊണ്ടുവന്ന് ഇടുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് സ്വല്പം കരിയില. അപ്പം കരിയില ഇടുമ്പോൾ ഒച്ച് വരുന്നുണ്ടൊക്കെ പറയുന്നുണ്ട്. ഒച്ച് വരുന്നവർക്ക് കരിയില ഉപേക്ഷിക്കാം കേട്ടോ. അത് കവർ തന്നെ ഇങ്ങനെ അങ്ങ് മടക്കി വെച്ചിരുന്നിട്ട് എന്തെങ്കിലും ഒരു വെയിറ്റോ വല്ലതും എടുത്ത് വെച്ചിരുന്നാൽ മതി. ഇങ്ങനെ മടക്കി അങ്ങ് വെച്ചിരുന്നാൽ മതി. നമ്മുടെ കയ്യിലുള്ള ഏത് വളവും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ വളം ഉപയോഗിച്ചെന്ന് കരുതി നിങ്ങളുടെ വീട്ടിൽ ആട്ടിൻകാഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആട്ടിൻകാഷ്ടം ഉപയോഗിക്കാം. അല്ല കോഴിവളം മാത്രമേ ഉള്ളെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ പിന്നെ കോഴിവളമൊക്കെ ഇച്ചിരി ഒന്ന് പഴകി ഇരുന്നാലും നന്നായിരിക്കും. ഈ മഴയൊക്കെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ നിന്നോളും. കോഴിവളം ചൂടാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മുടെ തക്കാളി വഴുതനയാണിത്, അതിനും കുറച്ച് വളം ഇട്ട് കൊടുക്കാം. എന്നും മഴയുണ്ടെങ്കിലും ഒരു നേരം മഴ പെയ്തില്ലെങ്കിൽ അവരെല്ലാം കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മാതിരിയാണ് നിൽക്കുന്നത്. വെണ്ടയ്ക്ക് പാകിയത് താണ്ട് ഈ പരുവമായിട്ടുണ്ട്. ഒരു 2 പരുവം കൂടെ ആവട്ടെ. ഇപ്പം വലിയ ആരോഗ്യമില്ലാതെ നിൽക്കുമല്ലേ. ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമുക്കതിനെ പറിച്ച് നടാം. ചില നേരത്തൊക്കെ നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വാടി തളർന്ന് നിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലേ. പിന്നെ മൊത്തത്തിൽ വള്ളിയെല്ലാം വാടി നിൽക്കുന്നതായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ കലക്കി വെച്ചേക്കുന്നുണ്ടല്ലോ, ഈ കടലപ്പിണ്ണാക്ക് കഞ്ഞിവെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന ഒഴിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ നേർപ്പിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു മാറ്റമൊക്കെ അതിന് ഉണ്ടാകും. പച്ചക്കറികളോടൊപ്പം തന്നെ നമ്മൾ സ്വല്പം ചെടികളും കൂടെ നമ്മുടെ മുറ്റത്ത് വളർത്താമെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും അല്ലേ. നമ്മുടെ പിന്നെ പച്ചക്കറികൾക്കും ചെടികൾക്കും ഈ പൂമ്പാറ്റയൊക്കെ വരുന്നത് കൊണ്ടുണ്ടല്ലോ നല്ല പരാഗണമൊക്കെ നടക്കുകയും ചെയ്യും. നമുക്ക് അത്യാവശ്യം വരുന്നതായ പച്ചക്കറികളും കിട്ടും. മുറ്റത്ത് വന്ന് നോക്കിയാലും നല്ലൊരു ഭംഗി ആയിരിക്കും. ഉണ്ടോ ഇവനെ ഭംഗി ഉണ്ടോ നമ്മുടെ വീട്ടിൽ വന്നാൽ? പിന്നെ ഈ പൂക്കൾ നിൽക്കുമ്പോൾ വേറൊരു ഭംഗിയാണ് നമ്മുടെ ഗാർഡൻ കാണാനേ. പച്ചക്കറി മാത്രമല്ല, ഇച്ചിരി പൂക്കളോടൊക്കെ നിൽക്കുമ്പോൾ ഒരു ചൂടെ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് കുറച്ച് കളേഴ്സൊക്കെ ആകുമ്പോൾ കാണാൻ ഒരു രസമല്ലേ. മഞ്ഞയും എന്ത് രസം, ഓറഞ്ച് കളറും ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഭംഗിയാണ്.
ഇത് നമ്മുടെ മുളക് പാകിയത്. നമ്മൾ മുളക് 4 പരുവായത് പറിച്ച് നട്ടത്. അതിൻ്റെ മണ്ട ചെറുതായിട്ട് കുരുടാൻ തുടങ്ങി. അത് ഞാൻ മണ്ട നുള്ളി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ അതേപോലെ കുരുടിപ്പ് വന്നു കണ്ടില്ലേ, നുള്ളി വെച്ചിരിക്കുക. അപ്പോൾ അത് താഴെ നിന്നൊക്കെ വേറെ കൊമ്പുകളിനകത്ത് വന്നോളും. നമ്മുടെ ബ്രൂണോ വിസിലടിക്കുന്നു. ഒന്നുകൂടെ വിസിലടിച്ചേ. നമ്മൾ വീഡിയോ എടുക്കുക, അവരെ ഇല്ലെങ്കിൽ അവർ ഭയങ്കര വിസിലടിയ. നേരത്തെ നട്ടിരുന്നതായ മുളക്, അതിൻ്റെ കൂടെ ഉള്ളതായ മുളകാണ്. നമ്മൾ പൂവൊക്കെ വന്നിട്ട് ഇപ്പോൾ എല്ലാം പൂവും നമുക്ക് കിട്ടണമെന്നില്ല. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിയിരിക്കും. അപ്പോൾ കുറച്ച് പൂവൊക്കെ കൊഴിഞ്ഞൊക്കെ പോകും. അപ്പോൾ അതിന് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എല്ലാം നമുക്കങ്ങ് കിട്ടിയാൽ പിന്നെ നമ്മൾ ദൈവത്തെ അറിയത്തൊന്നുമില്ല. നമ്മൾ ഇതിനകത്ത് വഴുതനയ്ക്കകത്ത് 2 പൂ വന്നതായിരുന്നു, അത് പോയി. അതിന് യാതൊരു തരത്തിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയും അതിനകത്ത് പൂക്കളൊക്കെ വന്നോളും. ചെറിയ ചെറിയ മുട്ടുകളൊക്കെ ദാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കണ്ടല്ലോ. കുറേ പേര് സങ്കടപ്പെടാറുണ്ട്, ചേച്ചി വഴുതനങ്ങയുടെ പൂവ് കൊഴിഞ്ഞു പോകുന്നു. അതിനിപ്പോൾ സങ്കടപ്പെടാനൊന്നുമില്ല. പിന്നെയും അത് വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ വീഴുന്ന കെയർ കൊടുത്താൽ മതി. നമ്മൾ നട്ടതായ വഴുതനങ്ങയൊക്കെ ദാണ്ട് വളർന്ന് വരുന്നുണ്ട്. നല്ല ഉച്ചയായി, നല്ല വെയിലായി കേട്ടോ. അപ്പോൾ ഇനി ഇതിനൊക്കെ വേണ്ടിയിട്ട് ജൈവ സ്ലറി ഉണ്ടാക്കി വെക്കണം. ജൈവ സ്ലറിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കി ചെയ്യണം. നമ്മുടെ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും ചാണകം കൂടി കലക്കിയത്. അതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ സ്വല്പം ശർക്കര ചേർക്കാം. ഒരു സ്വല്പം മണ്ണും കൂടെ അതിനകത്തിട്ട് കലക്കി വെച്ചിരുന്നാൽ ചെടികൾക്ക് കുറച്ചും കൂടെ നല്ലതാണ്. ഡെയിലി നമുക്ക് വേണ്ടുന്നതായ നിത്യ വഴുതനങ്ങ നിൽക്കുന്നുണ്ടല്ലേ, ഇഷ്ടം പോലെ. ഇന്ന് മെറിനും കൂടെ വന്നിട്ടുണ്ട് നിത്യവഴുതനങ്ങ വിൽക്കാനായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സാധനം. എന്താ തോരൻ വെച്ചാൽ ഭയങ്കര ഇഷ്ടമല്ലേ? ഇത് മൂക്കുന്നതിന് മുമ്പേ നമ്മൾ പിച്ചണം. ഇത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ ഒരു രസമില്ല. അപ്പോൾ ഇത് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വിത്തിന് നിർത്തിയിരുന്നാൽ മതി. ഈ ബൾബ് മാതിരിയുള്ള സാധനം ഒരുപാട് അങ്ങ് പുറത്താവുന്നതിന് മുമ്പ് വെച്ചാൽ പുറത്ത് വരൊക്കെ വരാൻ കേട്ടോ. ആ സമയത്ത് നമ്മൾ പിടിച്ച് തോരൻ വെച്ചാൽ നല്ല. ഇപ്പോൾ നമ്മൾ മൂത്ത് പോകുന്നതിന് മുമ്പായിട്ട് ഇത് പറിച്ച് തോരൻ വെച്ചാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. തീയലൊക്കെ വയ്ക്കാം, തോരൻ വയ്ക്കാം, നല്ല സൂപ്പർ ടേസ്റ്റാണിത്. വളരെ കണ്ടോ, മുരിങ്ങയിലോട്ട് അങ്ങ് കയറി കഴിഞ്ഞാൽ അവരവിടെ അങ്ങ് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. കുറേ അവിടെ കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. നിത്യവഴുതനയും വാളരിയും കൂടെ ഒരുമിച്ചാണ് കയറി മുരിങ്ങയിലോട്ട് പോയിരിക്കുന്നത്. നമ്മൾ എത്രയും ഇതിനെ പടർത്തി കൊടുക്കുന്നു അത്രയും ഇതിനകത്ത് നല്ലതുപോലെ കാ പിടിക്കും എന്നുള്ളതാണ്. പക്ഷെ ഒരുപാട് മുകളിലോട്ട് പോയാൽ നമുക്ക് നിത്യവഴുതനങ്ങയൊക്കെ പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. താഴോട്ട് നമ്മൾ പന്തൽ കെട്ടി കൊടുത്തിട്ട് അതിൽ പടർത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ വാളരിപ്പയറിൻ്റെ 2 വള്ളി മുറ്റത്തോട്ട് ഇങ്ങനെ പടർന്ന് കയറി വന്നതാണ്. അപ്പോൾ അതിനകത്ത് നല്ലതുപോലെ കാ പിടിക്കുന്നുണ്ട്. നമ്മൾ തോരനും മെഴുക്കുവരട്ടിക്കൊക്കെ പിച്ച് കഴിഞ്ഞു. നമ്മൾ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ നമ്മൾ കൊടുക്കാറുമുണ്ട്. പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഈ പിടിക്കുന്ന പൂക്കളൊക്കെ ചിലപ്പോൾ കുറച്ചൊക്കെ അങ്ങ് കൊഴിഞ്ഞു പോകും. അതൊന്നും നമുക്ക് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് കിട്ടാണ്ട് നമുക്ക് കിട്ടിയിരിക്കും. ഇത് നമ്മുടെ കസ്റ്റാർഡ് ആപ്പിളാണ്. ഇതിപ്പോൾ ഇത്രയും നമ്മൾ മൂത്തന് നിറം വന്നതിന് ശേഷം മാത്രമേ ഇത് പിച്ചെടുക്കാവൂ. ഇതിപ്പം രാവിലെ ഞാൻ പിച്ചിയതായത്. ഇതുകൊണ്ട് ഇത് നിറമായി വരുന്നതേ ഉള്ളൂ. ഒരു 2-3 ദിവസം കൂടെ നിന്നിട്ടേ അത് പറിക്കാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ നമ്മൾ നോക്കി നിൽക്കണം. അതിനകത്ത് അവകാശികളൊക്കെ വരും കേട്ടോ. അണ്ണാൻ വരും, തത്ത വരും, കിളികളൊക്കെ വന്നിട്ട് തിന്നിട്ട് പോകും. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. ഉറുമ്പ് നമുക്ക് മിത്രമാണ്, ചില നേരത്തെ നമുക്ക് ശത്രുവായിട്ട് മാറുകയും ചെയ്യും. ഇത് കൂടുതലായാലും കുഴപ്പമാണ്. അപ്പം മുഞ്ഞയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഈ ഉറുമ്പിനെ കയറ്റി വിട്ടാലും നല്ലതാണ്. അപ്പോൾ ഇത് അധികമായാൽ പിന്നെ അവരെല്ലാം അഭയാർത്ഥികൾ വന്ന് താമസിക്കുന്ന മാതിരി എല്ലാ ഇലയിലും അങ്ങ് കൂട് കെട്ടി താമസമാക്കും. പിന്നെ നമുക്കൊരു അധികാരം ഇല്ലാത്ത മാതിരി അവരങ്ങ് അധികാരം സ്ഥാപിക്കും അല്ലേ? ഇതാ നമ്മുടെ വെള്ളരിയൊക്കെ, നമ്മുടെ വാളരിപ്പയർ നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതൊരു മെഴുക്കുവരട്ടിയൊക്കെ ആക്കാം. നിത്യവഴുതനങ്ങ തോരനും വാളരിപ്പയർ മെഴുക്കുവരട്ടിയാക്കാം. മേലോട്ട് നിൽക്കുന്നതും കൂടെ പറിക്കാം. എന്താ പറഞ്ഞേ, വാ. തോട്ട വെച്ചിട്ട് നമുക്കെല്ലാം ഇതേപോലെ പറിച്ചിടാം. കാറ്റത്ത് ഇതൊക്കെ അങ്ങ് ചാഞ്ഞു പോയി. നമ്മൾ ചാഞ്ഞു പോകാതിരിക്കാനായിട്ട് കമ്പ് കുത്തിയിട്ടും പിന്നെയും ചാഞ്ഞിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ മണ്ണൊക്കെ കയറ്റി കൊടുത്തിട്ട് അതിൻ്റെ ചുവടൊക്കെ നമ്മൾ കമ്പുമായിട്ട് കെട്ടി വെച്ചെങ്കിൽ മാത്രമേ നല്ലതുപോലെ നിൽക്കുകയുള്ളൂ. അപ്പം നല്ല വെള്ള കാന്താരിയാണിത്. ചമ്മന്തി അരയ്ക്കാനും ഞാൻ ഈ തോരനെല്ലാം ചതച്ചിടുന്ന ഇത് തന്നെയാണ് കേട്ടോ.
നമ്മുടെ വഴുതനങ്ങയും കൂടെ പറിച്ചെടുക്കാം. അപ്പോൾ എപ്പം പറിച്ചാലും നമ്മുടെ വഴുതനങ്ങയൊക്കെ നമുക്ക് എന്നും കിട്ടുന്നുണ്ട്. ഇത് 3 വർഷമായ ചെടിയാണ്. എന്നാലും നമുക്കിങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. ഇത് കട്ട് ചെയ്ത് നിർത്തണം. ഇത് നമ്മൾ ഉണങ്ങി പോകുന്നതിനനുസരിച്ചുണ്ടല്ലോ കട്ട് ചെയ്ത് നിർത്തുമ്പോൾ പിന്നെയും നല്ലതുപോലെ പിടിച്ച് വന്നോളും. ഇവിടുത്തെ ആദ്യത്തെ വഴുതനയാണ് ഇത്. ഇതിപ്പോൾ 3 വർഷത്തോളം ആയ നമ്മളുടെ ചെടിയാണ്. അന്നോട്ട് തുടങ്ങിയ ഒരു ടോർച്ചറാണ്. അതൊരു ഭാഗ്യം വേണം മോളെ. എന്നും ഈ വഴുതനൊക്കെ വരട്ടിയതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഇതിനെല്ലാം കൊതിക്കും. ഒരു കാലം വരും കേട്ടോ. നമ്മുടെ മുറ്റത്തുനിന്ന് തന്നെ ഇങ്ങനെയൊക്കെ പറിച്ച് കഴിക്കാന്ന് പറഞ്ഞാലേ അതൊരു ഭാഗ്യം തന്നെയാണ്. ഈ ഒരു ലോക്ക്ഡൌണിലും നമുക്ക് ഇങ്ങനെ കടയിലൊന്നും പോവാതെ ഇത്രയും നമ്മൾ എത്രയോ നാളായി കടയിൽ പോയി പച്ചക്കറി മേടിച്ചിട്ട്. ഇവിടെ ഓണം ആയാലും ക്രിസ്മസ് ആയാലും ഒന്നിനും കടയിൽ പോവാറേ ഇല്ല. നമ്മുടെ വീട്ടിലുള്ള തന്നെ പച്ചക്കറിയാണ് നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമ്മൾ ഓണം പോലെ. അത് ഇത്രയും വീട്ടിൽ നിന്ന് ഇട്ടത് പിന്നെ എന്തോ വേണം അല്ലേ? മാർക്കറ്റിൽ പോണ്ട കാര്യം എന്തുവാ? നമ്മൾ കറിവേപ്പ് ഈ മഴ കാലത്ത് നമ്മൾ കട്ട് ചെയ്ത് വിട്ടാൽ നല്ലതുപോലെ പിന്നെയും നല്ലതുപോലെ പൊട്ടിക്കിളിച്ചിങ്ങ് വന്നോളും. എപ്പം നോക്കിയാലും കണ്ട ഇല എങ്ങനെ നിൽക്കുവാണെങ്കിലും മുളക് ഇഷ്ടം പോലെ ഇതിനകത്തങ്ങ് പിടിക്കും. മുളകിനൊരു ക്ഷാമമില്ല ഇത് എപ്പം നോക്കിയാലും. മുളക് കിട്ടുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ പറഞ്ഞേ? ഇല്ല, എല്ലാ സൈസ് മുളകും ഉണ്ട്. ഏത് വേണമെന്ന് ചോദിച്ചാൽ മതി. മെറിന് എന്തൊക്കെയാ ഇവിടെ നടുന്നേ? മമ്മിയല്ലേ അതിന്റെ വീട്ടിലുള്ളത്. അത് ശരി. അത് കൊള്ളാമല്ലോ. മിടിക്കാന്നല്ലേ. ചെടികൾക്കൊക്കെ മമ്മി നടുന്നതാ ഇഷ്ടം. അതല്ല, നിന്നെ ആയിരുന്നു ഇഷ്ടം. നീ എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുക. ഇപ്പം ചെടിയും കൂടെ എൻ്റെ തലയിലോട്ടിങ്ങി വെച്ച് തന്നല്ലേ. ഇപ്പൊ ചെടി നടിയിലും കൂടെ ഇപ്പൊ എന്റെ പണിയാക്കി കഴിഞ്ഞു. നേരത്തെ ചെടി മെറിനായിരുന്നു. അപ്പം മെറിനിപ്പം തിരക്കിലായതുകൊണ്ട് ഇപ്പം അതൊക്കെ അങ്ങ് വിട്ട്. ചെടികൾക്കൊക്കെ മമ്മിയാ ഇഷ്ടം എന്ന് പറഞ്ഞാൽ മതി. ബ്രൂഡോയെ ഉറക്കുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ടോ? ബ്രൂണോ, ഒന്ന് ഇറങ്ങി വരുമ്പോഴും നമുക്ക് വേണ്ടുന്നതായ പച്ചക്കറികൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പം നമുക്കും അത്യാവശ്യത്തിന് നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് അത്യാവശ്യം നെയ്ബേഴ്സിനും കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഒരു സന്തോഷമായി ലോക്ക്ഡൗൺ സമയത്തെ. സന്തോഷമായോ? ക്യാമറ കാണിച്ചപ്പോ സന്തോഷമായോ? അല്ലെങ്കിൽ എന്ത് വിസിലടിയാന്ന് അറിയാവോ? നമ്മളിങ്ങനെ ദൂരെ നിന്ന് മാറിപ്പോയി മമ്മി ഹലോ നമസ്കാരം എന്ന് പറയുമ്പോ ഉടനെ അവനവിടെ ശബ്ദം ഉണ്ടാക്കി തുടങ്ങും. വിസിലടി ഒരു വിസിലടിക്കാരൻ. അവനൊരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്ത് മാന്യം. അവനിപ്പോ എല്ലാരെയും കാണണമെന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ? ഇപ്പം 10 മണി ചെടിയുടെ പരിചരണത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മഴക്കാലത്ത് എങ്ങനെ ഇതിനെ സംരക്ഷിക്കുമെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ളതായ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി 10 മണിയുടെ സംരക്ഷണം മഴക്കാലത്ത് അറിയണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്പെഷ്യൽ ഒരു വീഡിയോ ചെയ്തേക്കാം. അതുകൊണ്ട് ഇവിടെ കുറേ ഉണ്ട് 10 മണിയും 4 മണിയും. അപ്പോൾ അതിനെ എങ്ങനെ സംരക്ഷിക്കാമെന്നൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളോടൊപ്പം തന്നെ നിങ്ങളും വളമൊക്കെ ഇടുക. അപ്പം നിങ്ങൾക്ക് ഇപ്പം വളമൊക്കെ ഇട്ട് നല്ലോണം കൃഷി ചെയ്താൽ വിളവെടുപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലോക്ക്ഡൗൺ സമയത്ത് കൃഷിയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇപ്പം ഇന്ന് എല്ലാവർക്കും അല്ലേ അത്യാവശ്യം പച്ചക്കറിയൊക്കെ വീട്ടിലുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ വീട്ടിൽ കുറച്ച് അത്യാവശ്യമൊക്കെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും പോവാതെ ഈ സമയത്തൊക്കെ നല്ല ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യാനും പറ്റും. അത് കൂടാതെ വിഷമില്ലാത്ത നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാണാം യഥാസമയം നിങ്ങൾക്ക് വരുന്നത്. പിന്നെ നമ്മുടെ ബ്രൂണോയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ലൈക്ക് ആണ്. എല്ലാവരും ഒരു ലൈക്ക് ബ്രൂണോയ്ക്ക് വേണ്ടി കൊടുത്തേക്കണം. അല്ലടാ ബ്രൂണോ? അല്ലടാ? ഓക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബ്രൂണോയും ബൈ.
എന്ത് കഷ്ടപ്പെട്ട ഒരു ഷെയ്ഖാൻ ഇങ്ങോട്ട് വരുന്നത്. ആ എന്താ ബിസ്ക്കറ്റ് എടുത്തപ്പോഴത്തേക്ക് അവരുടെ ഭാവം കണ്ടില്ലേ. പൂച്ച എന്ത് ചെയ്യും? ബ്രൂണോയ്ക്ക് കൊടുക്കല്ലേ നമുക്ക് ഈ പൂച്ചയെ വിളിക്കാം. പൂച്ചയ്ക്ക് കൊടുക്കാം. അത് മതി, അത് മതി. പൂച്ചയ്ക്ക് കൊടുക്കാം. അല്ല അപ്പൊ ടൈഗറിന് കൊടുക്കാം. പൂച്ചയ്ക്ക് കൊടുത്തേ. പൂച്ചയ്ക്ക് കൊടുത്തേക്കാം. എനിക്ക് ഷേക്കാൻ്റെ എനിക്ക് ഷേക്കാൻ്റെ എന്താ ഉത്സാഹം. അയ്യോ 4 കാലം നോക്കിക്കൊണ്ട് കൊടുക്കണ്ടേ, ബിസ്ക്കറ്റ് കൊടുക്കണ്ടേ. ഇതുവരെ ഷേക്കാൻ തരാൻ ഭയങ്കര മടിയില്ലായിരുന്നു. ഇപ്പോൾ ബിസ്ക്കറ്റ് കണ്ടപ്പോൾ ചാടിക്കൊണ്ട് വരുന്നു. ഷേക്കാൻ്റെ ബ്രൂണോ. ഇനി ഇച്ചിരി കൊടുത്തേരെ. ഇനിയുള്ളതങ്ങ് പൂച്ചയ്ക്കും ചിന്നൂനും മിന്നൂനും. അവർക്ക് ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ബ്രൂണോ ഷേക്കാൻ എന്ത് പൂച്ചയ്ക്ക് കൊടുക്കട്ടെ ചേച്ചി. പൂച്ചയ്ക്ക് കൊടുക്കട്ടെ. കൊടുത്തേരെ. പൂച്ചയ്ക്ക് കൊടുക്കാം. അല്ല ടൈഗറിന് കൊടുക്കാം. ടൈഗറിന് കൊടുക്കാം. നിനക്ക് വേണ്ടല്ലോ. പൂച്ചയ്ക്ക് കൊടുത്തേ. ഇതോ കൊണ്ടുപോയി പൂച്ചയ്ക്ക്. പൂച്ചയ്ക്ക് കൊണ്ടുപോയി മോനെ. പാവല്ലേ അവൻ കൊടുത്തേരെ. കൈ മാത്രം വരാം. സമാധാനമാണ്. പൂച്ചയ്ക്ക് മാത്രം കൊടുക്കാതിരുന്നാൽ മതി. ഇനി നാളെ ഓഞ്ഞിരുന്നവന് അപ്പൊ അങ്ങ് നേരെയായി. ഓഞ്ഞിരുന്നവന് അപ്പൊ അങ്ങ് നേരെയായി.